നമസ്കാരം. കോതമംഗലം വിവേകാനന്ദ വിദ്യാലയത്തിൽ വിദ്യാലയവും ജപ്പാൻ കരാട്ടെ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂളിൽ കരാട്ടെ പരിശീലിക്കുന്ന കുട്ടികളുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗിന്റെ ഭാഗമായി നടന്ന ബെൽറ്റ് അവാർഡിംഗ് സെറിമണിയോടനുബന്ധിച്ച് ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി വിമുക്തി മിഷൻ എറണാകുളം ഡിവിഷൻ മെമ്പറും കോതമംഗലം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുമായ KS ഇബ്രാഹിം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. സ്കൂൾ ബോർഡ് സെക്രട്ടറി അനിൽ ഞാളുമഠം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ദേവി മുരളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെമിനാറിനോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ മികവ് തെളിയിച്ച കരാട്ടെ വിദ്യാർത്ഥികൾക്കുള്ള ബെൽറ്റ് അവാർഡ് ദാനം എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ കൺവീനറും ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ ടെക്നിക്കൽ ഡയറക്ടറുമായ ജോയ് പോൾ നിർവഹിച്ചു. അമ്മു ശ്രീരാഗ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജിമ്മി ജോസഫ്, നിഷ ചന്ദ്രൻ, അമയ സന്ദീപ് എന്നിവർ പ്രസംഗിച്ചു. KV ഗായത്രി സ്വാഗതവും വിവേകസ് കൃതജ്ഞതയും പറഞ്ഞു. നമ്മുടെ വീടിന്റെ ചുറ്റുമുറവും നോക്കി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഓരോ ക്യാൻസർ പേഷ്യന്റ് അല്ലെങ്കിൽ കിഡ്നി ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഷുഗർ പേഷ്യന്റ് അങ്ങനെ നിരവധി പേരാണ്. ഇന്നത്തെ കാണുന്ന ലോകത്തെ കാണുന്ന ഒരു പേരാണ് ലഹരി ഇടപെടൽ, ലഹരി മാഫിയ സംഘങ്ങൾ. അത് ഇത്ര നാളെ കേട്ട് മുതിർന്ന ആളുകളാണ്, ഇപ്പൊ കുട്ടികളിലേക്ക് എത്തിച്ചിരിക്കുക. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക് എത്തും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പരിധി വരെ നമ്മൾ ഓരോരുത്തരും ജാഗ്രത ആയിട്ടിരുന്നാൽ നമുക്ക് കുറച്ചൊക്കെ അത് നേടാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനോട് ഏറ്റവും വലിയ സംഭവമാണ് സ്പോർട്സ്. നമ്മുടെ മനസ്സിനെ കൊച്ചുചെറുപ്പത്തിൽ തന്നെ വേറെ പലതിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക. അപ്പൊ അവരുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും ആ സ്പോർട്സിൽ കളിയും ചെയ്യും ആട്ടവും പാട്ടവും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കയറി വരും. അവർക്ക് വേറെ ഒന്നിനും പോകാനായിട്ട് വേറെ ഒന്നും ചിന്തിക്കാതെ പോകാൻ സമയം ഉണ്ടാവില്ല. എൻ്റെ കഴിഞ്ഞ 46 വർഷത്തെ ജീവിതത്തിന്റെ അനുഭവം വെച്ച് പറയുന്നത്, ഞാൻ 46 വർഷമായിട്ട് സ്പോർട്സുമായിട്ട് സ്പോർട്സ് കൗൺസിലിൽ ഇലക്ടഡ് മെമ്പർ, എറണാകുളം ജില്ലാ സ്പോർട്സ് ബോർഡ്, കേരള സ്റ്റേറ്റ് LCD ബോർഡും KSRTC പോലെ തന്നെ സർക്കാരിന്റെ നേരിട്ടുള്ള ഒരു ബോർഡാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ. അത് ഇന്ത്യയിൽ 1, 2, 3 സംസ്ഥാനം മാത്രമേ ഉള്ളൂ കൗൺസിൽ, സ്പോർട്സ് കൗൺസിൽ. അത് പക്ക സർക്കാരിന്റെ കീഴിലാണ്. അത് 2014 നമ്മളുടെ ഇതിൽ പറയുന്ന കരാട്ടെ മറ്റ് സ്പോർട്സ് യൂണിറ്റ് പോലെ 36 എണ്ണമുണ്ട്, അംഗീകൃതമാണ്. അതിലൂടെ കുട്ടികൾക്ക് ജോലി ഇപ്പം ലഭ്യം. 2015 മുതൽ 2019 വരെയുള്ള സ്പോർട്സ് കോട്ടയിലുള്ള ജോലി 549 പേർക്ക് സർക്കാർ കൊടുത്തുകഴിഞ്ഞു. 4 പേര് കരാട്ടക്കാരും ഇവിടെ സെക്രട്ടേറിയറ്റ്. മറ്റൊന്ന് ഒളിമ്പിക്സാണ്. ഇതൊരു ഒളിമ്പിക് ഈവൻ്റാണ്. നമ്മുടെ രാജ്യം 96ാമത്തെ പൊസിഷനിലാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി മുതലേക്ക് പോന്നു കഴിഞ്ഞാൽ ഏഷ്യൻ ലെവല്, നാഷണൽ ലെവല്, സ്റ്റേറ്റ് ലെവല്,